ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ്. വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടി വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ കറി എന്തായാലും ഇഷ്ടമാകും. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഡിഷ് കൂടിയാണിത്. ഇനി ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ഒരു മീഡിയം ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഒരു മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്യണം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം, ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുന്നത് വരെ. ഞാനിവിടെ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ലാസ്റ്റേ ചേർക്കേണ്ടതുള്ളൂ. അടച്ചു വെച്ചാലും ഒന്ന് തുറന്നു നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇലയിൽ അടിക്ക് പിടിച്ചു. ഇപ്പോൾ ഏകദേശം ഉരുളക്കിഴങ്ങ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മാറ്റിയതിന് ശേഷം ഞാൻ ആ പാന് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ഇവിടെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. ഇതൊരു 1/2 കിലോ വെണ്ടക്ക ഉണ്ട്. ഇതുപോലെ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിതുപോലെ നീളത്തിൽ ചരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാം. ഇത് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കൻ്റെ ആ ഒരു പശപ്പൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അതുകൊണ്ട് ഇതാരും സ്കിപ്പ് ചെയ്യരുത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് അടച്ചു വെക്കേണ്ടത്. 2 മിനിറ്റ് കഴിഞ്ഞാൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം തീരെ ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും. ഇനി ഇതൊരു 3 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. ഒരു 4 മിനിറ്റൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പശപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞങ്ങൾ മഞ്ഞൾപ്പൊടി പൊട്ടാറ്റോയിലും കൂടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം 1/4 ടീസ്പൂണാണ് ഇടുന്നത്. മല്ലിപ്പൊടിയാണിത്. ഇതൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ജീരകപ്പൊടിയാണ്. നമ്മൾ ആദ്യം പൊട്ടാറ്റോയിൽ കുറച്ച് ജീരകം പൊടിക്കാത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 1 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂണോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഞാനിവിടെ എരിവിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ്. ഈ ചാട്ട് മസാല സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇത് കറിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് പോലെ നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു സവാളയാണ്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കറിയിൽ ഇങ്ങനെ നല്ല കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പച്ചമുളക് എടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. മസാല ഒക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കറിയിൽ നിങ്ങൾ വെണ്ടക്ക എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെണ്ടക്ക എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അധികം മൂത്ത് പോയ വെണ്ടക്ക എടുത്താൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇവിടെ ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ ചാട്ട് മസാലയിലും സോയ് സോസിലും കുറച്ച് ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാണ്ടിരുന്നത്. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഈ കറി ചപ്പാത്തിക്കും അതുപോലെ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ടാങ്കി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറി ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. വെണ്ടൊക്കെ ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണിത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.